നമ്മൾ അശുക്കളായ മനുഷ്യന്മാരാണ്. ആ ഒരു ബോധം നമുക്ക് വേണം. റബ്ബിന്റെ മുമ്പിൽ വിനീതരായി ജീവിക്കണം. പ്രിയമുള്ളവരെ, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം. 5 നേരത്തെ നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. നിർബന്ധമായി നിസ്കരിച്ചോളണം. കളവ് പറയല്ലേ, ഗീബത്ത് പറയല്ലേ. പലിശയൊന്ന് ഹലാലായി കിട്ടിയെങ്കിലെന്ന് ചിന്തിക്കുന്നവരായി പോയി ഭൂരിപക്ഷവും. ഹലാലായില്ലെങ്കിലും വേണ്ടില്ല കൈകാര്യം ചെയ്യുന്ന എത്രയോ ആളുകളായി പോയി. അതാ കണ്ടില്ലേ, ഇന്ന് MLM-ഓ TLM-ഓ PLM-ഓ 2-3 ഇംഗ്ലീഷ് അക്ഷരമിട്ട എത്രയെത്ര ഓൺലൈൻ ബിസിനസ്സുകളിൽ മുസ്ലിയാമാര് പലരും കുടുങ്ങിപ്പോയി. ഹലാലാണോ ഹറാമാണോ എന്നറിയുന്നില്ല, ഇടപാടെന്തെന്ന് വ്യക്തമല്ല, ലാഭം എവിടെ നിന്നെന്നറിയുന്നില്ല. അധ്വാനിക്കാതെ പൈസ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കി ചിലപ്പോൾ ഭാര്യയുടെ പൊന്നു വിട്ടിട്ടും കൊടുക്കുകയാണ് ചെയിൻ ബിസിനസ്സിൽ. മോനെ, ഹലാലായ വരുമാനം വേണമെന്ന ഉറപ്പ് വേണം. നീ കഴിക്കുന്നത് ഹലാലാണെന്ന നിശ്ചയം വേണം. ഹലാലല്ലെങ്കിൽ നിന്റെ ഇബാദത്തിന് കാര്യമില്ല, നിന്റെ ദുആയിക്ക് കാര്യമില്ല. ഹറാമ് കഴിക്കുന്ന ഇമാമ് നേതൃത്വം കൊടുക്കുന്ന മഹല്ലിൽ ഇജാബത്തില്ലാത്ത ജമാഅത്താണ്. ഹറാമ് കഴിക്കുന്ന ഖതീബ് ഖുതുബ നടത്തുന്ന നാട്ടിൽ ബറക്കത്തില്ലാത്ത ഖുതുബയാണ്, ജുമുഅയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ. ഹലാലല്ലാത്ത ഭക്ഷണം വേണ്ട. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാല് വ്യക്തമാണ്, വേജാറില്ല. ഹറാമും വ്യക്തമാണ്, സൂക്ഷിക്കാൻ എളുപ്പമാണ്. വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ. വ്യക്തമല്ലാത്ത ചിലത് നടുവിലുണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. ഏറെ ആളുകൾക്കും അതിനെ അറിയില്ല. അതുകൊണ്ട് നീ പടച്ചവനെ പേടിച്ചതിൽ നിന്ന് വിട്ടുനിന്നോ. ഇത്തഖുശുബ്ഹാത്ത്. നീ അവ്യക്തമായ ഇടപാടിൽ പെട്ടുപോകണ്ട. ആ ലാഭം വാങ്ങി നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണ്ട. ഹറാമാണെങ്കിലോ അവരുടെ പള്ളയിലെത്തി മജ്ജയും മാംസവും രക്തവുമായി മാറുന്നത് ആ ഹലാലല്ലാത്ത ഭക്ഷണമല്ലേ. സൂക്ഷിച്ചോ. നമുക്ക് സൂക്ഷിക്കാവുന്നത്ര സൂക്ഷിച്ച്, ഹലാലല്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വിനിയോഗം നടത്താൻ പാടില്ല. പ്രിയമുള്ളവരെ, ഹറാമ് കാണാത്ത കണ്ണെവിടെ? ഹറാമ് തൊടാത്ത കൈയെവിടെ? ഹറാമിലേക്ക് നടക്കാത്ത കാലെവിടെ? ഫഅന്നാ യുസ്തജാബു ലഹാ. പിന്നെങ്ങനെ ഇജാബത്ത് കിട്ടാനാണ്? നമ്മളൊക്കെ കുനൂത്തോതി കൊഴിഞ്ഞു പോയി, കൊറോണ മാറിയില്ല. കുനൂത്തിന്റെ കുഴപ്പമല്ല, പടച്ചവന്റെ കുഴപ്പവുമല്ല, നമ്മുടെ കുഴപ്പം തന്നെയാണ്. ഓതിയത് നമ്മളായി പോയി എന്നതാണ്. നമ്മളൊന്ന് റെഡിയായാൽ റബ്ബിന്റെ ഔദാര്യം ഇങ്ങനെ വരും. അതല്ലേ ഐനായല്ലത്തി റഅത് അബാ യസീദനിൽ ബസ്താമി. ഒരു സംഘം ആളുകൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. പക്ഷേ മഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്നില്ല, മഴ കിട്ടുന്നില്ല. അപ്പോ ഒരു സാധു മനുഷ്യൻ കടന്നു വന്നു, അങ്ങോട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ മഴയ്ക്ക് ദ്വാരക്കാണ്, മഴ കിട്ടുന്നില്ല. ഉടനെ മഹാനവറുകൾ 2 കണ്ണും ആകാശത്തേക്ക് ഉയർത്തി, എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അൻസിലിസ് സമാഅ അലൈനാ മിദ്റാറാ. ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ. ബിഹഖി ഐനായല്ലത്തി റഅത് അബാ യസീദനിൽ ബസ്താമി. അബൂ യസീദുൽ ബസ്താമി തങ്ങളെ കണ്ട കണ്ണാണ് ഈ കണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് മഴ തരണേ. അപ്പ നേതൃത്വം കൊടുത്ത മൊയ്ലിയാരി ചോദിക്കുകയാണ്, അബൂജഹലിന്റെ കണ്ണുകൊണ്ട് പ്രവാചകരെ കണ്ടിട്ടില്ലേന്ന്. അതല്ലേ ആ മുസ്ലിയാരുടെ കുഴപ്പം തന്നെ. അബൂജഹല് മുത്തുനബി തങ്ങളെ കണ്ടിട്ടില്ല, ആമിന ബീവിയുടെ മകനെ കണ്ടിട്ടുള്ളൂ. ആ അബൂജഹൽ കണ്ടത് അബ്ദുല്ലാഹി എന്നവരുടെ മകനെയാണ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയെയാണ്. റസൂലുള്ള എന്ന നിലക്ക് കണ്ടില്ല. അതുപോലെ അബൂ യസീദുൽ ബസ്താമി തങ്ങളെ കാണണ്ട പോലെ കണ്ട കണ്ണാണ്. ആ കണ്ണ് റബ്ബിലേക്ക് ഉയർത്തിയപ്പോൾ മഴയങ്ങ് വീഴുകയാണ്. അതുപോലെ റബ്ബിനെ വിളിക്കേണ്ടതുപോലെ വിളിച്ച്, ഖുർആൻ ഓതേണ്ടതുപോലെ ഓതി, ദുആ ചെയ്യേണ്ടതുപോലെ ചെയ്ത്, സ്വലാത്ത് ചൊല്ലേണ്ടതുപോലെ ചെല്ലിയാൽ റബ്ബിന്റെ ഔദാര്യം വരും, ബേജാറ് വേണ്ട.